തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നാടെങ്ങും ഇങ്ങനെ ഫ്ലക്സുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലായി ഉയർന്നിരിക്കുന്നത് ക്ലിഫ് ഹൌസിന് തൊട്ട് സമീപം നന്ദൻകോട് ജംഗ്ഷനിലുള്ള ഒരു ഫ്ലക്സ് ആണ്. വി.ഡി. സതീശനായി ഇങ്ങനെ വലിയൊരു ഫ്ലക്സ് ബോർഡ് തന്നെ കാണാം. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടിന്റെ രാജകുമാരന് അഭിവാദ്യങ്ങൾ. ഇതാണ് ഈ ഫ്ലക്സ് ബോർഡിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഇതുപോലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ഫ്ലക്സുകൾ പൊങ്ങുന്നതിൽ ഏറ്റവും മുന്നിലുള്ളത് അത് വി.ഡി. സതീശന്റെ പേര് തന്നെയാണ്. തൊട്ടുപിന്നിൽ രമേശ് ചെന്നിത്തലയുണ്ട്. ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സുകളെല്ലാം പലയിടത്തുമുണ്ട്. കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ സജീവമാകുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. പ്രധാനമായും ഈ ക്ലിഫ് ഹൌസിന് തൊട്ട് സമീപം, നേരത്തെ ഇരിക്കൂറിലെല്ലാം നമ്മൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് ആശംസകൾ ഏകിക്കൊണ്ടൊക്കെയുള്ള ഫ്ലക്സ് ബോർഡുകൾ കണ്ടതാണ്. ക്ലിഫ് ഹൌസിന് തൊട്ടടുത്തായി ഇത്തരമൊരു ഫ്ലക്സ് ബോർഡ് വരുമ്പോൾ അതിനും ഒരു പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായും യു.ഡി.എഫ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ഈ ക്ലിഫ് ഹൌസിലേക്ക് ഇതുവഴി പോകുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. അങ്ങനെ ഈ നേതാക്കന്മാരെല്ലാം ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഫ്ലക്സുകളാണ് ഈ ചർച്ച ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡ് ഇവിടെയും പൊങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. വട നയിച്ചവൻ നാട് നയിക്കും, നിലപാടിന്റെ രാജകുമാരൻ അഭിവാദ്യം എന്നത് തന്നെയാണ്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ഫലം അറിയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നോക്കാം ആര് ഭരിക്കും, ആര് നയിക്കും എന്നുള്ള കാര്യം. അതിനി ഒരുപക്ഷെ ജനങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തുനിന്നാൽ മതിയാകുമെന്നുള്ളതാണ്. ഏതായാലും നാടെങ്ങും ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശനായി ക്ലിഫ് ഹൌസിന് തൊട്ട് സമീപവും ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.